ആ വിദ്വേഷം തുടങ്ങി വെച്ചത് വെള്ളാപ്പള്ളിയാണ്. വെള്ളാപ്പള്ളിയിലൂടെ ആ വിഷവർത്താനം കുറച്ചുകൂടി കടത്തി പറഞ്ഞു AK ബാലൻ ആവർത്തിച്ചു. അതിന്ന് മുഖ്യമന്ത്രി പിന്തുണ കൊടുക്കുക വഴി മാറാടക്കമുള്ള വിഷയങ്ങളാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഈ 110 മിഷൻ 110 വോട്ട് പിടിക്കാനുള്ള ആയുധം എന്നാണോ കേരളം മനസ്സിലാക്കേണ്ടത്? ശ്രീ ഗോപൻ. ശ്രീ ഹാഷ്മി, അവർ പറഞ്ഞതിനേക്കാൾ എത്രയോ കടുത്ത രീതിയിലാണ് നിങ്ങളിപ്പോൾ ഇതിൻ്റെ ആമുഖം പറഞ്ഞത്. നിങ്ങളെന്താ ഈ CPM-നെ കുറിച്ച് കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിക്കാൻ പരിശ്രമിക്കുന്നത്? നിങ്ങൾ ഏറ്റവും വെറുക്കപ്പെടേണ്ടുന്ന വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരു പാർട്ടിയായിട്ട് CPM-നെ വിലയിരുത്താനുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത്? ഇത്രയും മോശമായിട്ട് CPM-നെ ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമ സ്ഥാപനം ഇത്രയും വലിയ അനുവാദം തന്നിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും വലിയ പൊള്ളുന്നേ? ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞാൽ അതെങ്ങനെ ഇസ്ലാമിനെതിരാവുന്നത്? ഒരു വർഗീയ സംഘടനയെക്കുറിച്ച് പറഞ്ഞാൽ, RSSനെ കുറിച്ച് പറഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറഞ്ഞാൽ ആ സമൂഹത്തിന് പൊള്ളേണ്ട കാര്യമുണ്ടോ? ആ സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ പരിശ്രമിക്കുന്ന വർഗീയ സംഘടനകളെ ചൂണ്ടിക്കാണിക്കേണ്ട ബാധ്യത മതേതര രാഷ്ട്രീയ പാർട്ടികൾക്കില്ലേ? ഇവിടെ AK ബാലൻ പറഞ്ഞത് മുസ്ലിം സമൂഹത്തെയാണോ ജമാഅത്തെ ഇസ്ലാമിയാണോ? നിങ്ങൾ സംസാരിക്കുന്ന കേട്ടാൽ തോന്നുന്നു AK ബാലൻ മുസ്ലിം സൊസൈറ്റി ആകെ ആക്ഷേപിച്ചു എന്നാണ്. എന്നൊന്നുമില്ല. സൊസൈറ്റിയുടെ ആകെ പ്രാതിനിധ്യം ഞാൻ പറയാത്ത ഒന്നും എന്റെ വായിൽ കൂടി പറയണ്ട. ഞാൻ പറഞ്ഞ എന്താണ്? RSSന് ആരാ കൊടുത്തേ? ഇല്ല, ഞാൻ പറയാത്ത ഒന്നും അങ്ങ് എന്റെ വായിൽ കൂടി ആരോപിക്കണ്ട, ആക്ഷേപിക്കണ്ട. മോശമായിട്ട് CPM-നെ ആക്ഷേപിച്ചിട്ടില്ല. മാധ്യമ സ്ഥാപനം ഉപയോഗിക്കുന്നത് ശരിയാണോ? മോശമായി CPM-നെ ആക്ഷേപിച്ചിട്ടില്ല TK ഗോപൻ. ഞാൻ പറഞ്ഞത് വസ്തുതാപരമായ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ അങ്ങ് ചൂണ്ടിക്കാണിക്കാം. ഒരു വസ്തുതാവിരുദ്ധ ചൂണ്ടിക്കാണിക്കാവോ? വലിയ വാക്കുകൾ ഉപയോഗിച്ചാൽ PK ഗോപൻ, അത് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല. PK ഗോപൻ, ഞാൻ പറഞ്ഞതിൽ ഒരൊറ്റ വസ്തുതാവിരുദ്ധമായ വരി കാണിക്കാവോ? പ്രസംഗത്തെ നിങ്ങൾ വെള്ളാപ്പള്ളിയായിട്ട് സമീകരിക്കുന്ന വെള്ളാപ്പള്ളിയാണ് ആദ്യം പറഞ്ഞത്. മാറാട് ജനറൽ സെക്രട്ടറി CPM-ന്റെ ആളല്ല. വെള്ളാപ്പള്ളിയാണ് മാറാട് ആദ്യം പറഞ്ഞത്. AK ബാലൻ അത് ആവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ സാർ പൊള്ളുന്ന? സാറേ, മാറാട് കേരളത്തിന് പൊള്ളുന്ന വിഷയമാണ്. നിങ്ങൾക്ക് എന്താ പൊള്ളുന്നത്? സാറേ, മാറാട് കേരളത്തിന് പൊള്ളുന്ന വിഷയമാണ്. അത് ആവർത്തിക്കേണ്ട ഒന്നല്ല, അത് വോട്ട് പിടിക്കേണ്ട ഒന്നല്ല. PK ഗോപൻ, അതെ, അതാ പറയുന്നത്. അത് വോട്ട് പിടിക്കാൻ എടുത്ത് ഉപയോഗിക്കേണ്ട ഒരു ആയുധമല്ല മാറാട്. കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വർഗീയ കലാപത്തിന്റെ കറുത്ത ഓർമ്മയാണ് മാറാട്. അതെടുത്തിട്ട് വീശുക. മാറാട് കലാപം ഇപ്പൊ ആദ്യമായിട്ട് ഉയർത്തിയത് വെള്ളാപ്പള്ളി, പിന്നെ ബാലൻ. മാറാട് കലാപം ഇപ്പൊ തന്നെ ഉയർത്തിയത് ശ്രീ AK ആന്റണിയാ, ഇടതുപക്ഷമല്ല. AK ബാലൻ അല്ല ഉയർത്തിയത്, AK ആന്റണിയാ. AK ആന്റണിയാണ് ഈ അടുത്ത സമയത്ത് മിണ്ടാതിരുന്നിട്ട് മിണ്ടിയപ്പോൾ മാറാട് പ്രശ്നം എടുത്തിട്ടത്. മാറാട് കലാപം കേരളത്തിൽ, മാറാട് കലാപം ഉണ്ടായ സമയത്താണ് RSSന്റെ നിർദ്ദേശം അനുസരിച്ച് ബഹുമാന്യ മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞതുപോലെ കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി കയറണ്ടെന്ന് പറഞ്ഞു. ഗസ്റ്റ് ഹൗസ് ഇരുത്തിയിട്ടാണ് ശ്രീ AK ആന്റണി അവിടെ ചെന്നത്. ശ്രീ പിണറായി വിജയൻ ചെന്നപ്പോൾ എളമരം കരീമും മറ്റൊരു MLA എന്ന് പറഞ്ഞു. എളമരം കരീമും ആ MLA പിണറായിയും കൂടെ അവിടെ പോയി പ്രസംഗിച്ചേ മാറാടിൽ. അന്ന് ഇടതുപക്ഷമാണ് മാറാട് പ്രശ്നത്തിൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയ ഒരു നിലപാട് സ്വീകരിക്കുകയും അവിടെ വർഗീയ കലാപം ആളിപ്പടരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്തത്. RSS എവിടുത്തെ നിലപാടെന്താ? RSS കേരളത്തിലെ ഒരു മന്ത്രി ആ സ്ഥലത്തേക്ക് ചെല്ലണ്ടെന്ന് പ്രഖ്യാപിച്ചപ്പോൾ മുഖ്യമന്ത്രി ശ്രീ AK ആന്റണി ആ മന്ത്രിയെ റെസ്റ്റ് ഹൗസ് ഇരുത്തിയിട്ട് പോയെന്തിനാ? ഇപ്പോഴാണ് ശ്രീ AK ആന്റണി ആ വിഷയം വീണ്ടും ഉയർത്തിയത്. മാറാട് കലാപം ഞങ്ങൾ ഉയർത്തിയതല്ല. പക്ഷെ പറയാനുള്ള കാര്യം, UDF അധികാരത്തിൽ ഇരിക്കുമ്പോൾ എല്ലാ കാലത്തും വർഗീയതകളെ ഉണ്ടായിട്ടുണ്ട് സാർ. അത് ശ്രീ K കരുണാകരൻ ഇരിക്കുമ്പോൾ, ശ്രീ ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ, ശ്രീ AK ആന്റണി ഇരിക്കുമ്പോൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. പിണറായി വിജയൻ ഇരിക്കുമ്പോഴാണ് ജമ്മു കാശ്മീരിലെ കാട്ട്വ സംഭവവുമായി ബന്ധപ്പെട്ട് SDP-യും വെൽഫെയർ പാർട്ടിയെല്ലാം കേരളത്തിൽ ഹർത്താൽ ആചരിക്കാൻ തീരുമാനിക്കുകയും വർഗീയ കലാപത്തിന് ഇടപെടുകയും ചെയ്തു. 1500 പേരെ ഒറ്റ രാത്രി കൊണ്ട് പിണറായി സർക്കാർ അറസ്റ്റ് ചെയ്തിട്ടാണ് അന്ന് ആ കലാപത്തിന് വിരാമം കുറിച്ചത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാറാട് കലാപം നമുക്ക് വീണ്ടും അത് ചർച്ചയാക്കണമെങ്കിൽ ചർച്ചയാക്കാം. നിങ്ങളുടെ ആഗ്രഹം അതാണെങ്കിൽ. പക്ഷെ ജമാഅത്തിനെ പറ്റി ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പറ്റി നിങ്ങൾ പറയുന്നുണ്ട്. കേരളത്തിൽ ഒരു പ്രശസ്ത മാധ്യമ പ്രവർത്തക സമിതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാറാട് കലാപത്ത് ഉണ്ടായതും ഉൾപ്പെടെയുള്ള കലാപങ്ങൾ UDF-ന്റെ കാലത്ത് വർഗീയതകളെ ഉണ്ടാകാനുള്ള കാരണം വർഗീയ ശക്തികളെ അവർ പ്രീണിപ്പിക്കുന്നു, സാമുദായിക ശക്തികളെ പ്രീണിപ്പിക്കുന്നു. അത് RSSന്റെ കേസ് പിൻവലിക്കുന്നു. മഹാരാജാസ് കോളേജിലെ കേസ്, CIA കൊല്ലാൻ ശ്രമിച്ച കേസ്, ആ കേസെല്ലാം പിൻവലിച്ചത് UDF-ന്റെ കാലത്താണ്. അതുപോലെ ജമാഅത്തെ ഇസ്ലാമി, നിങ്ങൾ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചപ്പോൾ ദേശാഭിമാനി നന്ദി രേഖപ്പെടുത്തിയെന്ന്. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലെ ആകെ കോൺഗ്രസിനും BJP-ക്കെതിരായിട്ട് വോട്ട് ചെയ്തെന്നറിയോ? 1996-ലാണ്. അത് മസ്ജിദിന്റെ പ്രശ്നത്തിലുള്ള നെഗറ്റീവ് വോട്ടാണ്. 87-ലാണ് അവർ ആദ്യമായിട്ട് വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. അന്ന് അവർ UDF-നാണ് വോട്ട് ചെയ്തത്.
92 ഇറങ്ങിയ പ്രബോധനം മാസിക അങ്ങെടുത്ത് വായിച്ചാൽ മതി. ജമാഅത്തെ ഇസ്ലാമിയുടെ മാസിക 3/4/2009 ദേശാമാനയുടെ ഒരു വാർത്ത ഞാൻ വായിക്കാം. സി പി കെ ഗോപൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. വയനാട് പൊന്നാനി മണ്ഡലങ്ങൾ ഒഴികെ 18 സീറ്റിലും LDF-നാണ് പിന്തുണയെന്ന് ജമാഅത്ത് കേരള അമീർ ടി ആരിഫ് അലി അറിയിച്ചു. വർഗീയ ഫാസ്റ്റ് ശക്തികളും സാമ്രാജ്യത്വ അനുകൂല സംഘടനകളും അധികാരത്തിൽ വരാതിരിക്കാൻ ഇടതുപക്ഷ മതേതര ശക്തികളുടെ സമ്മർദ്ദശേഷി വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ. ആരാണ് ടി ആരിഫ് അലി? ജമാഅത്തുമായി നടത്തിയ രഹസ്യ ചർച്ചയല്ല പിണറായി. മറ്റൊരു പത്രവാർത്തയാണ്. വടക്കാഞ്ചേരി ജമാഅത്തെ ഇസ്ലാമിൽ നടന്നത് രഹസ്യ ചർച്ചയല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ കോൺഗ്രസുകാർ അനാവശ്യ വിവാദം ഉണ്ടാക്കുകയാണെന്ന് വടക്കാഞ്ചേരിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വന്നു. ഇടവേളയ്ക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം അവർ ഗസ്റ്റ് ഹൗസിലെത്തി ചർച്ച നടത്തിയത്. അതെന്താണെന്നറിയാനുള്ള താല്പര്യത്താൽ ചിലർ അതുവഴി തലയിൽ മുണ്ടിട്ട് വന്നിട്ടുണ്ടാകാം. അതിലൊരു കാര്യം വ്യക്തമായി പറയാം, ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അകൽച്ച മാറി, ഞങ്ങൾ ആരെയും പിണക്കില്ല, പിണറായി പറഞ്ഞു. മറ്റൊരു പത്രവാർത്ത, നിയമസഭയിൽ ആര്യാടൻ മുഹമ്മദ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാം തീവ്രവാദ സംഘടന എന്ന് പറഞ്ഞപ്പോൾ അതിനെ ശക്തിയുക്തം ചെറുത്ത ആളുടെ പേര് കോടിയേരി ബാലകൃഷ്ണനാണ്, ആഭ്യന്തരമന്ത്രി. ഇവിടെ നിങ്ങൾക്കൊപ്പം ജമാഅത്ത് നിൽക്കും, അവരുടെ വോട്ട് വാങ്ങാൻ ഒരു മടിയുമില്ല. പാർട്ടി മുഖപത്രത്തിൽ എഡിറ്റോറിയൽ എഴുതാൻ ഒരു മടിയുമില്ല. നിങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ അവർ കൊടിയ ഭീകരവാദികൾ, വർഗീയവാദികൾ. ഇതൊക്കെ മനസ്സിലാക്കാൻ കേരളത്തിന് ബുദ്ധിയില്ലെന്നാണോ പി കെ ഗോപൻ നിങ്ങളെ കരുതി വെച്ചിരിക്കുന്നത്? ശ്രീ ഹാഷ്മി, അവരുടെ വോട്ടിന്റെ ചരിത്രം അവർ 1985 മാത്രമാണ് വോട്ടിങ്ങിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നത്. അവരുടെ നിലപാടെന്ന് പറഞ്ഞാൽ ജനാധിപത്യം ആവശ്യമില്ല, അതുപോലെ മതേതരത്വം പാടില്ല, അവരൊരു മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന് വളരെ കൃത്യമായി പ്രഖ്യാപിക്കുന്ന ഒരു സംവിധാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം വിഭാഗവും ഒന്നല്ല. അതുപോലെ തന്നെ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒന്നല്ല. മുസ്ലിം ലീഗ് എന്നാരാ പറയുന്നേ? ജമാഅത്തിന്റെ വോട്ട് നിങ്ങൾ കൈനീട്ടി വാങ്ങിയവരാണ്. മുസ്ലിം ലീഗ് ജമാഅത്തിന്റെ വോട്ടിന് നിങ്ങൾ ഒരു ഐത്വം കൽപ്പിക്കാത്തവരാണ്. അതിനെ ശ്ലാഘിച്ച് നിങ്ങളുടെ പാർട്ടി മുഖപത്രത്തിൽ ലേഖനം എഴുതിയവരാണ്. എന്നെ ഒന്ന് അമീർ കണ്ടാൽ രമേശ് ചെന്നിക്ക് എന്തിനാ വേവലാതി എന്ന് ചോദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇന്നിപ്പോ നിങ്ങൾ ഈ ജമാഅത്തിനെതിരെ ആരോപിക്കുന്ന ഭീകരവാദം കേട്ടാൽ ഇത് ജനത്തിന് മനസ്സിലാവില്ലേ 10 വോട്ട് കിട്ടാനുള്ള ഉടായ്പ പണിയാന്ന് പി കെ ഗോപൻ? ഉടായ്പ പണിയൊക്കെ 24-ന്റെ കയ്യിലാണ് സാർ, ഞങ്ങളുടെ കയ്യിലല്ല ഇരിക്കുന്നത്. അതൊക്കെ 24-ന്റെ കയ്യിലാണ് ഉടായ്പ പണിയൊക്കെ. ഞങ്ങൾ അങ്ങനെയുള്ളൊരു പാർട്ടിയല്ല. ഞങ്ങൾ നേരെ വാ നേരെ ചുവയെന്ന് കേരളത്തിലെ ജനങ്ങളോട് രാഷ്ട്രീയം പറയുന്നവരാ. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുണ്ടായത്, ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വോട്ടുണ്ടായത് നെഗറ്റീവ് വോട്ടാണ്. അത് ബാബറി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്നാണ് ഇന്ത്യ രാജ്യത്ത് അൽ ഖ്വയ്ദയുടെ തീവ്രവാദ ഗ്രൂപ്പ് ഉണ്ടാവുന്നത്. ഹിന്ദു വർഗീയത മുസ്ലിം വർഗീയതയെ പറഞ്ഞാണ് വോട്ട് വാങ്ങിക്കുന്നത്. മുസ്ലിം വർഗീയത ഹിന്ദു വർഗീയതയും പറഞ്ഞാണ് വോട്ട് വാങ്ങിക്കുന്നത്. അവിടെ മതേതര കക്ഷികൾക്ക് 2 വർഗീയതയും തള്ളി പറയേണ്ടി വരും. അങ്ങനെ തള്ളി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. അവര് ബാബറി മസ്ജിദിന്റെ പ്രശ്നത്തിൽ മുസ്ലിം ലീഗ് വരെ ഇടതുപക്ഷമായിട്ട് ചേരാൻ ആഗ്രഹിച്ചു എന്നുള്ളവർ അങ്ങേക്കറിയാവോ? മുസ്ലിം ലീഗിനെ കേരളത്തിൽ ഇടതുപക്ഷം മുന്നിൽ ഉൾപ്പെടുത്തേണ്ട തീരുമാനം പണ്ട് മുതലേ ഉള്ളതുകൊണ്ടാണ്. കാരണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പിളർപ്പ് പോലും ഉണ്ടായതിൻ്റെ പേരിൽ ശ്രീ MV രാഘവൻ പുറത്തു പോയത് മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ശ്രീ K കരുണാകരനെ താഴെ ഇറക്കണം എന്ന ബദൽ രേഖ അവതരിപ്പിച്ചതിൻ്റെ പേരിലാണ് ശ്രീ MV രാഘവൻ CPM-ൽ നിന്ന് പുറത്തു പോയത്. അതുകൊണ്ട് വർഗീയ കക്ഷികളുമായിട്ട് ഒരു കാലത്തും ബന്ധം വേണ്ട എന്നുള്ളത് CPM-ന്റെ ഒരു സമയത്ത് നിലപാടല്ല. എല്ലാ സമയത്തും അവരുടെ വോട്ട് വാങ്ങുന്നതിൽ പ്രശ്നമില്ല. ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.